കുബേരൻ ധനത്തിന്റെ ദേവനാണ്. തന്റെ സമ്പത്തിനാൽ അദ്ദേഹം വളരെയധികം പ്രശസ്തനാണ്. പക്ഷേ ഈ സമ്പത്ത് അദ്ദേഹത്തിന് അഹങ്കാരം ഉണ്ടാക്കി. എല്ലാം തനിക്കായി മാത്രം സൂക്ഷിച്ച് മറ്റുള്ളവർക്കും പങ്കുവയ്ക്കാത്ത സ്വഭാവം കുബേരനുണ്ടായിരുന്നു. ഒരു ദിവസം ശിവനും പാർവതിയും ഉൾപ്പെടെ നിരവധി അതിഥികളെ അത്താഴത്തിനായി കുബേരൻ ക്ഷണിച്ചു. ശിവനും പാർവതിക്കും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അവർ ഗണപതിയെ അയച്ചു. കുബേരന്റെ അഹങ്കാരപരമായ പെരുമാറ്റം ഗണപതി ശ്രദ്ധിച്ചു. കുബേരന്റെ അഹങ്കാരം ഇല്ലാതാക്കണം എന്ന് ഗണപതി തീരുമാനിച്ചു. അത്താഴത്തിന് ഗണപതി വളരെ വേഗത്തിൽ എല്ലാം കഴിച്ചു. ഗണപതിയുടെ വിശപ്പ് തീർന്നില്ല. ഭക്ഷണം ഒന്നും അവശേഷിക്കാതെ ആയപ്പോൾ ഗണപതി കുബേരന്റെ സമ്പത്ത് ഭക്ഷിക്കാൻ തുടങ്ങി. ഗണപതി സമ്പത്ത് ശേഖരത്തിൽ കയറി സ്വർണവും വിലയേറിയ വസ്തുക്കളും കഴിക്കാൻ തുടങ്ങി. അതിനും ശേഷം ഗണപതി കുബേരനെ തന്നെ ഭക്ഷിക്കാൻ ശ്രമിച്ചു. അതിൽ ഭയന്ന കുബേരൻ കൈലാസത്തിലേക്ക് ഓടി ശിവന്റെ അടുത്ത് രക്ഷ തേടി. ശിവൻ കാരണം മനസ്സിലാക്കി. ഗണപതി കുബേരന്റെ അഹങ്കാരത്തെ തകർക്കാൻ ഇങ്ങനെയൊരു പാഠം നൽകുകയായിരുന്നു എന്ന് ശിവനും മനസ്സിലായി. ശിവൻ ഗണപതിക്ക് ഒരു പാത്രം സാധാരണ ധാന്യങ്ങൾ കൊടുത്തു. ഗണപതി അത് കഴിച്ച് ഉടൻ തൃപ്തനായി. കുബേരൻ അത്യാഗ്രഹത്തോടെ സമ്പത്ത് ശേഖരിക്കരുതെന്ന് പഠിച്ചു. അത് എല്ലാവർക്കും വിതരണം ചെയ്യാൻ സമ്മതിച്ചു. അത്യാഗ്രഹവും അഹങ്കാരവും ഒരു വ്യക്തിക്ക് എങ്ങനെ ദോഷകരമാകുമെന്നും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു.